വെൽക്കം ടു മനോരമ ഹൊറൈസൺ. അപ്പോൾ നമ്മളിന്ന് 8ന്റെ 5ാമത്തെ ചാപ്റ്റർ മണി മാത്താണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മണി മാത്തിൻ്റെ ബേസിക് കാര്യങ്ങൾ, പിന്നെ എന്താണ് നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും കാൽക്കുലേറ്റ് ചെയ്യാൻ ഏതൊക്കെ സ്റ്റെപ്സ് ആണ് വേണ്ടത്, പിന്നെ മണി മാത്ത് എങ്ങനെ ഡെയിലി ലൈഫിൽ ആപ്ലിക്കബിൾ ആണ്, പിന്നെ നമ്മളതിന് വെച്ചുള്ള പ്രോബ്ലംസ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും കണക്ട് ചെയ്തിട്ടുള്ള റിയൽ വേൾഡ് പ്രോബ്ലംസ് ഒക്കെ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രോബ്ലത്തിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ്, എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് അറിയേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് അതിലോട്ട് പോവാം. ഓക്കെ, സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ചാർജ്ഡ് ഓൺ എ സം അറ്റ് എ ഗിവൺ റേറ്റ് ആൻഡ് ഫോർ എ ഗിവൺ പീരീഡ് ഓഫ് ടൈം. ഒരു നിശ്ചിത പീരീഡ് ഓഫ് ടൈമിലേക്ക് ഒരു നിശ്ചിത തുകയ്ക്ക് മേൽ കൊടുക്കുന്ന പലിശേനെയാണ് എന്ത് വിളിക്കുന്നത്? സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇനി സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫോർമുല ഉണ്ട്. നോക്കിക്കേ, SI അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു P ഇൻറ്റു R ഇൻറ്റു T ബൈ 100 എന്നാണ് എന്ത് നമ്മുടെ ഫോർമുല. ഇനി P ആരാണ്? പ്രിൻസിപ്പൽ എമൗണ്ട്. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ദ പ്രിൻസിപ്പൽ ഈസ് ദ എമൗണ്ട് ദാറ്റ് വാസ് ഇനീഷ്യലി ബോറോഡ് ഫ്രം ദ ബാങ്ക് ഓർ ഇൻവെസ്റ്റർ. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്ന ആ ഒരു തുകേനെയാണ് എന്ത് വിളിക്കുന്നത്? പ്രിൻസിപ്പൽ എമൗണ്ട് അഥവാ P എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് R? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, നമ്മുടെ പലിശയുടെ നിരക്ക്. 8% നിരക്ക്, 6% നിരക്ക് എന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ബാങ്കിന്റെ ബോർഡുകളുടെ മുമ്പിൽ. ബാങ്കിന്റെ മുമ്പിലെ ബോർഡുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും 1 വർഷത്തേക്ക് 8% പലിശ, 1 വർഷത്തേക്ക് 11% പലിശ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അഥവാ R എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് T? ടൈം പീരീഡ് എന്ന് വെച്ചാൽ നമ്മുടെ എത്ര വർഷത്തേക്കുള്ളതാണ് നമ്മുടെ ഇതെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനാണ് എന്ത്? ടൈം പീരീഡ് T. അത് N യൂസ് ചെയ്യുന്നവരുണ്ട് Tക്ക് പകരം. അങ്ങനെയാണെങ്കിൽ PNR/100. ഇത് ടൈം പീരീഡ് T യൂസ് ചെയ്യുന്നവർക്ക് PRT/100 എന്നും പഠിച്ചു വെച്ചോളുക. അപ്പോൾ രണ്ടാണെങ്കിലും സെയിം ആണ്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നും നോക്കാമല്ലോ. ഈ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഫോർമുലയിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? പ്രിൻസിപ്പൽ എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയുണ്ട്. 100 ഇൻറ്റു സിമ്പിൾ ഇൻട്രസ്റ്റ് ബൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻറ്റു ടൈം പീരീഡ്. ഇനി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇതിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാമല്ലോ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഓർഗനൈസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പ്രിൻസിപ്പൽ എമൗണ്ടും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും നമ്മുടെ ടൈം പീരീഡും എല്ലാം കണ്ടുപിടിക്കാനുള്ള ഫോർമുല അതിനകത്ത് തന്നെ കിട്ടും. നമുക്ക് മാറ്റി മാറ്റി ഇട്ട് കൊടുത്താൽ മതി. ഇനി നോക്കിക്കേ, എമൗണ്ട്, ടോട്ടൽ എമൗണ്ട് എന്ത് വരും? അതായത് നമ്മുടെ ഇൻട്രസ്റ്റും കൂടെ ചേർന്ന് കഴിയുമ്പോൾ നമ്മൾ ഇട്ട തുകയും ഇൻട്രസ്റ്റും കൂടെ കൂടി ഫൈനലി കിട്ടുന്ന തുകേനെയാണ് എന്ത് വിളിക്കുന്നത്? എമൗണ്ട് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മുടെ എമൗണ്ട് എന്ത് വരും? പ്രിൻസിപ്പൽ പ്ലസ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് വരും. ഇനി നോക്കിക്കേ, എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഈസ് ദ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റഡ് ഓൺ ദ അക്യുമുലേറ്റഡ് സം ഓഫ് പ്രിൻസിപ്പൽ ആൻഡ് ഇൻട്രസ്റ്റ്. അതായത് ഒരു വർഷത്തേക്ക് നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റിൽ എന്താ ചെയ്യുന്നത്? 2 വർഷത്തേക്കുള്ള പലിശ നമ്മൾ ഒരുമിച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വരുമ്പോഴത്തേക്കും എന്താ ചെയ്യുന്നത്? 1 വർഷം കഴിഞ്ഞ് ആ വർഷത്തെ പലിശയും തുകയും കൂടെ കൂട്ടുന്നു. ഇനി ആ തുക ഒരുമിച്ചുള്ള ഫൈനൽ എമൗണ്ടിനെ രണ്ടാമത്തെ വർഷത്തേക്ക് അടുത്ത പലിശയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. അടുത്ത പലിശയ്ക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിച്ചിട്ട് ആ ഒരു എമൗണ്ടും കൂട്ടുന്നു. അപ്പൊ നമ്മുടെ ടോട്ടൽ അക്യുമുലേറ്റഡ് സം ആയിട്ട് ഓരോ വർഷത്തെ തുകയും പലിശയും കൂട്ടി കൂട്ടി പലിശയായിട്ട് പോകുന്നത് കൊണ്ടാണ് എന്ത് വിളിക്കുന്നത്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അതായത് എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ആണ് എന്ത്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഓർക്കാൻ എളുപ്പത്തിന് ഇങ്ങനെ ഓർത്താൽ മതി. സിമ്പിൾ ഇൻട്രസ്റ്റ് സിമ്പിൾ ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഫോർമുല വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നു. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്താണ്? കുറച്ച് കോംപ്ലിക്കേഷൻ ഉള്ള ഒരു ഓരോ വർഷത്തെയും കൂട്ടി കൂട്ടി ചെയ്യേണ്ടതുണ്ട്. നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് ഓർത്ത് വെക്കുക. ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന് ഒരു ഫോർമുല ഉണ്ട്, അത് നോക്കിക്കേ. A is equal to P into 1 plus R by 100 into N raised to N എന്നാണ് നമ്മുടെ ഫോർമുല. അപ്പം ഈ ഫോർമുല വെച്ച് യൂസ് ചെയ്ത് പ്രോബ്ലംസ് നിങ്ങൾ വരും ക്ലാസ്സുകളിൽ പഠിക്കും. ഇപ്പം നമ്മൾ മെയിൻ ആയിട്ട് സിമ്പിൾ ഇൻട്രസ്റ്റ്, ഈ ക്ലാസ്സിൽ മെയിൻ ആയിട്ട് നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ഉപയോഗിച്ച് എങ്ങനെയാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നും അല്ലാണ്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള വേസും ഒക്കെയാണ് നോക്കുന്നത്. ഇവിടെ തന്നെ A എന്താണ്? ഫൈനൽ എമൗണ്ട് ആണ്. P പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. R റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. N എന്താണ്? നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും എന്താണ് നമ്മൾ കണ്ടു. ഇനി നമുക്കൊന്ന് പഴയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള, നമ്മൾ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനും എല്ലാം പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് മെമ്മറൈസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇവിടെ പ്രിൻസിപ്പൽ ഉണ്ട്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്, പീരീഡ് ഓഫ് ടൈം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതിയല്ലോ. സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഫോർമുല എന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു, ഇപ്പം നമ്മൾ പഠിച്ചു, P ഇൻറ്റു R ഇൻറ്റു T ബൈ 100 ആണ് എന്ത്? നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഫോർമുല. ആദ്യത്തെ നമുക്ക് എടുക്കാലോ. ആദ്യത്തെ പ്രിൻസിപ്പിൾ P ആണ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് R 10 ആണ്, പീരീഡ് ഓഫ് ടൈം T 1 ആണ് നമുക്കറിയാം. അപ്പോൾ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിക്കേ. P 500 ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10 ഇൻറ്റു ടൈം പീരീഡ് 1 ബൈ 100 എത്ര വരും? 5000 ബൈ 100 വരും അല്ലേ? അപ്പോൾ നമ്മുടെ 0 വെട്ടിക്കളഞ്ഞാൽ 50 രൂപ. 50 രൂപയാണ് നമ്മുടെ എന്ത് വരുന്നത്? പലിശ. അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന പലിശ എത്ര വരും? 500 രൂപ 10% പലിശയ്ക്ക് 1 വർഷത്തേക്ക് കടം കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് അഥവാ പലിശ എത്രയാണ്? 50 രൂപയാണ്. ഇനി അതുപോലെ തന്നെ 1000ന്റെയും കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ.
പി 1000 വരും, 6 5 വരും, നമ്മുടെ ടി എത്ര വരും? 1 വരും. ഇനി അതുപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്താൽ എന്ത് വരും? 1000 ഇൻറ്റു 5 വരും ഇവിടെ, ഇൻറ്റു 1 ബൈ 100 വരും. അപ്പൊ എത്ര വരും? ഇവിടെയും 5000 ബൈ 100 വരും. നമ്മുടെ പൂജ്യമൊക്കെ വെട്ടിപ്പോയി കഴിഞ്ഞാൽ 50 രൂപ തന്നെ വരും. 1000 രൂപ 5% പലിശയ്ക്ക് ഒരു വർഷത്തേക്ക് കടം കൊടുത്താൽ നമുക്ക് എത്ര തന്നെയാണ് വരുന്നത്? 50 രൂപ തന്നെയാണ് പലിശയായിട്ട് വരുന്നത്. ഇനി അടുത്ത നോക്കിക്കേ, 5000 രൂപ പലിശയ്ക്ക് 5000 രൂപ നമ്മൾ 2% പലിശയ്ക്ക് ഒരു വർഷത്തേക്ക് കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ നോക്കിക്കേ എത്ര വരും? ഇനി അവരെവിടെ നമുക്ക് അടുത്ത പേജിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. 5000 രൂപ എത്ര ശതമാനം പലിശയ്ക്ക്? 2% ഒരു വർഷത്തേക്ക്. അപ്പൊ നമ്മുടെ പി എന്ത് വരും? പി 5000 രൂപ വരും. ആർ എത്ര വരും? 2% വരും. ടി എത്ര വരും? ഒരു വർഷത്തേക്ക് വരും. അപ്പൊ നമ്മുടെ ഫോർമുല, സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഫോർമുല എന്ത് വരും? 5000 ഇൻറ്റു 2 ഇൻറ്റു 1 ബൈ 100 എത്ര വരും? നമ്മുടെ 10,000 10,000 ബൈ 100 വരും. പൂജ്യമൊക്കെ പോയി കഴിഞ്ഞാൽ 100 റുപ്പീസ്. നമ്മുടെ പലിശ എത്ര വരും? 100 റുപ്പീസ്. 5000 രൂപ 2% പലിശയ്ക്ക് ഒരു വർഷത്തേക്ക് കടം കൊടുത്താൽ നമ്മുടെ പലിശ എത്ര വരും? 100 രൂപ വരും. ആദ്യത്തെ 2 കേസിൽ എത്രയായിരുന്നു വന്നത്? 50 രൂപ വെച്ചായിരുന്നു വന്നത്. മൂന്നാമത്തെ കേസ് വന്നപ്പോഴത്തേക്ക് എത്രയായി? 100 രൂപയായി പലിശ. ഇനി നോക്കിക്കേ, നമുക്ക് 2 ബാങ്കുകൾ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? സിമ്പിൾ ബാങ്കും കോമ്പൗണ്ട് ബാങ്കും. അതായത് നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ബാങ്കും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ബാങ്കും. ഇനി നിങ്ങൾ ബാങ്കുകളുടെ ഒക്കെ മുന്നിൽ കൂടെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട് 10% ഇൻട്രസ്റ്റ്, 11% ഇൻട്രസ്റ്റ് എന്നൊക്കെ. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ 2000 രൂപ 2 ബാങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യാൻ പോവാ. അത് കഴിഞ്ഞിട്ട് 2 വർഷത്തേക്കാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ 2 ബാങ്കിൽ നിന്ന് കിട്ടുന്ന പലിശ എത്രയാണ്, ആരാണ് കൂടുതൽ കിട്ടുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഓൾറെഡി ഫോർമുല ഉണ്ടല്ലോ. എന്ത് ചെയ്യാം? പി ഇൻറ്റു ആർ ഇൻറ്റു ടി ബൈ 100 ആണ് എന്ത്? നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റ്. ഇവിടെ പി എത്ര വരും? പി എന്ന് പറയുന്ന പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ്? 2000 രൂപയാണ്. ഇനി ടൈം പീരീഡ് എത്രയാണ്? 2 വർഷമാണ്. പലിശ എത്ര വരും? 10% വരും. അപ്പൊ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ 2000 ഇൻറ്റു ആർ എത്രയാണ്? 10%, 2 വർഷത്തേക്കല്ലേ, ബൈ 100 എത്ര വരും? നമ്മുടെ 40,000 രൂപ വരും അല്ലേ. 40,000 ബൈ 100 വരും. പൂജ്യമൊക്കെ പോയി കഴിഞ്ഞാൽ എത്ര രൂപ ഇൻട്രസ്റ്റ് വരും? 400 രൂപ ഇൻട്രസ്റ്റ് വരും. അപ്പൊ നമ്മുടെ എമൗണ്ട് എത്രയായിരുന്നു? എമൗണ്ട് എ ഈസ് ഈക്വൽ ടു, നമ്മൾ ഇട്ട പ്രിൻസിപ്പൽ എമൗണ്ട് 2000 ആയിരുന്നു, പലിശ 400 രൂപയാണ്. അപ്പൊ നമ്മുടെ ടോട്ടൽ എമൗണ്ട് എത്ര വന്നു? 2400 രൂപയാണ് നമ്മുടെ സിമ്പിൾ ബാങ്കിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ടോട്ടൽ ഫൈനൽ എമൗണ്ട്. ഇതുപോലെ തന്നെ കോമ്പൗണ്ട് ബാങ്കിന്റെ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാലോ. കോമ്പൗണ്ട് ബാങ്കിലും ഇതേ പിയും ആറും എല്ലാം തന്നെയല്ലേ, ഒരു മാറ്റവും ഇല്ലല്ലോ. നമ്മുടെ പി എത്രയാണ്? 2000 രൂപയാണ്. ആർ എത്ര ശതമാനമാണ്? 10%. എത്ര വർഷത്തേക്കാണ് നമ്മൾ ചെയ്യുന്നത്? 2 വർഷത്തേക്കാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എന്താണ്, നമുക്ക് ഡയറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ആദ്യത്തെ വർഷത്തെ നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. ഫസ്റ്റ് ഇയർ നമുക്ക് എത്ര ബാലൻസ് ഉണ്ട്? ഫസ്റ്റ് ഇയറിന്റെ ബാലൻസ് 2000 രൂപ തന്നെയാണ്. ഇനി ഫസ്റ്റ് ഇയറിലെ ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഫസ്റ്റ് ഇയർ ഇൻട്രസ്റ്റ് എത്ര വരും? ഫസ്റ്റ് ഇയറിലെ ഇൻട്രസ്റ്റ് 2000 രൂപ 10% പലിശക്കല്ലേ, ബൈ 100. അപ്പൊ നോക്കിക്കേ, നമ്മുടെ ഇവിടെ ടൈം ചെയ്യണോ? കാരണം എന്താ, ടൈം ഇൻറ്റു 1 തന്നെയാണ്. അപ്പൊ നമ്മൾ ടൈം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ എന്ത് വരും? 20,000 ബൈ 100 എന്ന് വരും. അപ്പൊ നമ്മുടെ പലിശ എത്ര വരും? 200 രൂപ വരും. അപ്പൊ നമ്മുടെ സെക്കൻഡ് ഇയറിലെ ബാലൻസ് എത്ര വരും? 2000 പ്ലസ് 200, 2200 രൂപ വരും. ഇനി ഫസ്റ്റ് ഇയറിലെ ഇൻട്രസ്റ്റ് കൂട്ടി നമ്മൾ സെക്കൻഡ് ഇയറിലെ ബാലൻസ് കണ്ടു. ഇനി സെക്കൻഡ് ഇയറിലെ ഇൻട്രസ്റ്റ് കാണാൻ വേണ്ടി എന്ത് ചെയ്യണം? ഈ 2200ന്റെ പലിശ വേണം അടുത്ത വർഷം കണ്ടുപിടിക്കാൻ. അതായത് 2200 പലിശ മാറുന്നുണ്ടോ? ഇല്ല, 10 ഇൻറ്റു 1 തന്നെയാണ്, അതുകൊണ്ട് അത് എഴുതുന്നില്ല. ഈക്വൽ ടു 100. അത് എത്ര വരും? 22,000 ബൈ 100 വരും. നമ്മുടെ പൂജ്യമൊക്കെ പോയി കഴിയുമ്പോൾ എത്ര വരും? 220 വരും. അപ്പം നമ്മുടെ ഫൈനൽ എമൗണ്ട് എത്ര വരും? ഓൾറെഡി 2200 നമ്മുടെ കയ്യിലുണ്ട്, പ്ലസ് 220 കൂടെ വരുമ്പോൾ എത്ര വരും? 2420 രൂപ വരും അല്ലേ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വഴി നമുക്ക് കിട്ടിയത് എത്രയാണ്? 2420 രൂപയാണ്. നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റ് വഴി നമുക്ക് കിട്ടിയത് എത്രയായിരുന്നു? 2400 രൂപയായിരുന്നു. അപ്പം സിമ്പിൾ ഇൻട്രസ്റ്റ് ആണോ കോമ്പൗണ്ട് ബാങ്ക് ആണോ, ഏത് ബാങ്കാണ് നമുക്ക് കുറച്ചുകൂടെ ലാഭം? കോമ്പൗണ്ട് ബാങ്ക് ആണല്ലേ. അപ്പൊ നമുക്ക് 20 രൂപ അധികം കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നമ്മുടെ കോമ്പൗണ്ട് ബാങ്കല്ലേ പ്രിഫർ ചെയ്യുള്ളൂ.
ഈ പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് പോവാം. അടുത്ത നോക്കിക്കേ, സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ തന്നെ പ്രോബ്ലം ആണ്. ഇനി സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ആണോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ആണോ പ്രോബ്ലം എന്ന് മനസ്സിലാക്കാൻ, സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ വെറുതെ ഇൻട്രസ്റ്റ് എന്നോ മാത്രം അല്ലെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്നോ ക്വസ്റ്റിനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സിമ്പിൾ ഇൻട്രസ്റ്റ് വെച്ച് ചെയ്യുക. ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് എടുത്ത് ക്വസ്റ്റ്യനിൽ എപ്പോഴും പറഞ്ഞിട്ടുണ്ടാവും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ക്വസ്റ്റ്യൻ്റെ അകത്ത്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യുക. ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? സിമ്പിൾ ഇൻട്രസ്റ്റ് അറ്റ് 5% ഗെറ്റ് ഫോർ എ പ്രിൻസിപ്പൽ എമൗണ്ട് ഓഫ് ₹5,000 ഈസ് 500. ഫൈൻഡ് ദ പീരീഡ് ഓഫ് ടൈം. ഇവിടെ നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? ഒരു പ്രിൻസിപ്പൽ എമൗണ്ട് 5000 രൂപ 5% പലിശയ്ക്ക് എത്രയോ വർഷത്തേക്ക് ഇട്ടപ്പോൾ കിട്ടിയ പലിശയാണ് എന്ത്? 500 രൂപ. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? പീരീഡ് ഓഫ് ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഫോർമുല ഒന്ന് ആദ്യം എഴുതി വെക്കാലോ. PRT/100. ഇവിടെ നമുക്ക് ഓരോന്നായിട്ട് എഴുതി വെക്കാം. P എന്താണ്? 5000 rupees. R എന്താണ്? 5%. T എന്താണ് അറിയോ? ഇല്ല. നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ്? 500 രൂപ. നമുക്ക് ഓരോന്നായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാലോ. 500 ഈസ് ഈക്വൽ ടു എന്ത് വരും? പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാ? 5000 ഇൻറ്റു 5% ഇൻറ്റു എത്ര വർഷത്തേക്കാണെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് നമ്മൾ ടി അതുപോലെ തന്നെ എഴുതുന്നു. ഇനി 100. ഇനി നമ്മുടെ ഫോർമുല അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? അതിന് നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാണ്. 25,000 ബൈ 100 എത്ര വരും? ഇവിടെ 250 വന്നു. ഇനി ഇവിടെ ടി ബാക്കിയുണ്ടല്ലോ. അപ്പം എന്ത് കിട്ടും? 500 ഈസ് ഈക്വൽ ടു 250 ടി എന്ന് കിട്ടും. ഇനി നമുക്ക് തിരിച്ചെഴുതിയാൽ എന്ത് കിട്ടും? 250 ടി ഈസ് ഈക്വൽ ടു 500 എന്ന് കിട്ടും. ഇനി ഇവിടുന്ന് ടൈം പീരീഡ് കണ്ടുപിടിക്കാമല്ലോ. 250 അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും? ഡിവൈഡ് ചെയ്യുന്ന പോലെ ആവും. അപ്പോൾ 500 ബൈ 250 2 അല്ലേ വരിക? അപ്പം നമ്മുടെ എത്ര വർഷത്തേക്കാണ് കൊടുത്തപ്പോഴാണ് നമുക്ക് കിട്ടിയത്? 2 ഇയേഴ്സ്. 2 വർഷത്തേക്ക് കൊടുത്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? നമ്മുടെ 5000 രൂപയ്ക്ക് 5% പലിശയ്ക്ക് 500 രൂപ കിട്ടിയത്. അപ്പോൾ ഈ പ്രോബ്ലം മനസ്സിലായല്ലോ. നമ്മുടെ ഈ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഫോർമുല വെച്ച് തന്നെ നമുക്ക് കുറേ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തൊരു പ്രോബ്ലം നോക്കാം. ജോൺ ഡെപ്പോസിറ്റഡ് 20,000 rupees in a bank which gives 5% interest compounded annually. How much would he get after 2 years? എന്താണ് പറഞ്ഞത്? ജോൺ എന്നൊരു വ്യക്തി 20,000 രൂപ ഒരു ബാങ്കിൽ നിക്ഷേപിച്ചു. അതിൽ 5% പലിശയ്ക്കാണ്, കോമ്പൗണ്ടഡ് ആണ്. നമ്മുടെ എന്ത് പലിശയാണ്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 2 വർഷം കഴിയുമ്പോൾ അയാൾക്ക് എത്ര രൂപ കിട്ടുമെന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മുടെ പി എത്രയാണെന്ന് ആദ്യം എഴുതുക. തന്നിട്ടുള്ള ഓരോന്നും ആദ്യം എടുത്തെഴുതണം കേട്ടോ. പി 20,000 ആണ്. ആർ എത്രയാണ്? 5% ആണ്. നമ്മുടെ ടൈം പീരീഡ് എത്രയാണ്? 2 ഇയേഴ്സ് ആണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ വർഷത്തെ ബാലൻസ് എഴുതാം. ഫസ്റ്റ് ഇയറിന്റെ ബാലൻസ് എത്ര വരും? 20,000 rupees തന്നെ വരും. ഇനി ഫസ്റ്റ് ഇയറിന്റെ ഇൻട്രസ്റ്റ് എത്ര വരും എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. കോമ്പൗണ്ട് ഫംഗ്ഷൻ ആയതുകൊണ്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഫോർമുല സിമ്പിൾ ഇൻട്രസ്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഓരോ വർഷത്തെയും കാൽക്കുലേറ്റ് ചെയ്ത് വേണം പോകാൻ. അപ്പം 20,000 ഇൻറ്റു 5% പലിശ ഇൻറ്റു 1 അല്ലേ വരും? അത് എഴുതണ്ട. ഇൻറ്റു 100 എത്ര വരും? 20,000 ഇൻറ്റു 5 എത്ര വരും? 1 lakh വരും അല്ലേ? ബൈ 100. 1 lakh ബൈ 100 എത്ര വരും? 0 2 പോയി കഴിഞ്ഞാൽ 1000 rupees വരും. 1000 rupees ആണ് ഫസ്റ്റ് ഇയറിന്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് സെക്കൻഡ് ഇയറിന്റെ ബാലൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ നിക്ഷേപിച്ച തുകയോട് കൂടെ നമ്മുടെ ഇപ്പോഴത്തെ പലിശയും കൂടെ കൂട്ടണം. അതായത് 20,000 പ്ലസ് 1000 എത്ര വരും? 21,000 വരും അല്ലേ? ഇനി നോക്കിയേ, സെക്കൻഡ് ഇയറിലെ ഇൻട്രസ്റ്റ് അപ്പം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. സെക്കൻഡ് ഇയറിലെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആരെ എടുക്കണം തുകയായിട്ട്? 20,000 എടുത്താൽ മതിയോ? പോരാ, 21,000 തന്നെ എടുക്കണം. 5% ഇൻട്രസ്റ്റ് ആണ് ബൈ 100. അത് ഒരു വർഷത്തേക്കുള്ളത് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്തു. രണ്ടാമത്തെ വർഷത്തേക്കുള്ളത് ഇപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. 21,000 ഇൻറ്റു 5 ബൈ 100 എത്ര വരും? 1050 1050 വരും അല്ലേ? അപ്പൊ നമ്മുടെ ടോട്ടൽ എമൗണ്ട് എത്ര വരും? 21,000 പ്ലസ് 1050 എത്ര വരും? 22,050 രൂപയാണ് നമുക്ക് എത്ര കിട്ടുക? ഫൈനൽ എമൗണ്ട് ആയിട്ട് കിട്ടുക. നോക്കിക്കേ, 20,000 രൂപയായിരുന്നു ഡെപ്പോസിറ്റ് ചെയ്തത്. എത്ര രൂപ 2 വർഷത്തിന് ശേഷം തിരിച്ചു കിട്ടി? 22,050 രൂപ അയാൾക്ക് തിരിച്ചു കിട്ടി അല്ലേ? നമ്മുടെ എത്ര വരും? ടോട്ടൽ ഇൻട്രസ്റ്റ് 2,050 രൂപയാണ് അയാൾക്ക് 2 വർഷം കൊണ്ട് കിട്ടിയ പലിശ. അടുത്തൊരു പ്രോബ്ലം നോക്കിക്കേ. റയാൻ ആൻഡ് റേച്ചൽ ഡെപ്പോസിറ്റഡ് 4,500 rupees each in a bank giving 10% interest annually. After 1 year, Rachel withdrew the amount including interest and redeposited it the same day. After 1 more year, both withdrew the total amount. How much money both got after 2 years? Who got more? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്താ പറയുന്നത്? റയാനും റേച്ചലും 4,500 രൂപ 10% പലിശയ്ക്ക് ഒരേ ബാങ്കിൽ ഇട്ടു.
ഇനി നോക്കിക്കേ, ഒരു വർഷം കഴിഞ്ഞപ്പോൾ റേച്ചൽ എന്ത് ചെയ്തു? അതേ പൈസ ഇൻട്രസ്റ്റ് അടക്കം, അതായത് നമ്മുടെ പലിശ അടക്കം തിരിച്ചെടുത്തിട്ട് പിന്നെയും അവിടെ തന്നെ നിക്ഷേപിച്ചു. ഇനി നമ്മുടെ റയാൻ എന്ത് ചെയ്തു? ആ പൈസ അവിടെ തന്നെ ഇട്ടു. ഇനി 2 വർഷം കഴിഞ്ഞ് രണ്ടുപേരും എന്ത് ചെയ്തു? അവരുടെ പൈസയുടെ പലിശയും കൂടെ തിരിച്ചെടുത്തു. അപ്പൊ എത്ര കിട്ടി? ഹൗ മച്ച് മണി ബോത്ത് ഗോട്ട് ആഫ്റ്റർ 2 years? രണ്ടുപേർക്കും എത്ര രൂപ വെച്ച് കിട്ടി? ആർക്കാണ് കൂടുതൽ കിട്ടിയെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി ഇവിടെ നോക്കിക്കേ, റയാന്റെ 4500 രൂപ 2 വർഷത്തേക്ക് അനങ്ങിയിട്ടുണ്ടോ? ഇല്ല. 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഇൻട്രസ്റ്റ് അടക്കം തിരിച്ചു കിട്ടി. സോ അത് നമ്മൾ എന്ത് രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യണം? സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ രീതി വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇനി റേച്ചലിന്റെ ഒരു വർഷം കഴിഞ്ഞ് തിരിച്ചെടുത്ത് പിന്നെ റീഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് അതെന്താണ്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് രീതി വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇനി നമുക്ക് ഓരോരുത്തരുടെ ആയിട്ട് എടുത്തെഴുതാലോ. പ്രിൻസിപ്പൽ എമൗണ്ട് എത്ര വന്നു? 4500 വന്നു. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണെന്ന് നമുക്കറിയാം, 10% ആണെന്നറിയാം. ടൈം പീരീഡ് 2 വർഷമാണ്. നമുക്ക് ആദ്യം ആരുടെ കാൽക്കുലേറ്റ് ചെയ്യാം? റയാന്റെ കാൽക്കുലേറ്റ് ചെയ്യാം. റയാന്റെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര വരും? PRT/100 അല്ലേ? അപ്പം 4500 ഇൻറ്റു 10 ഇൻറ്റു 2/100 എത്ര വരും? 45 ഇൻറ്റു 2 എത്ര വരും? 90 വരും. പിന്നെ നമ്മുടെ 0. അപ്പൊ എത്ര വരും? 90,000/100 എത്ര വരും? പോയി കഴിഞ്ഞ് 900 രൂപ വരും അല്ലെ? അപ്പൊ നമ്മുടെ റയാന് എത്ര കിട്ടി? പലിശ 900, പലിശീനത്തിൽ മാത്രം 900 രൂപ കിട്ടി. അപ്പൊ ഫൈനൽ എമൗണ്ട് ഓഫ് റയാൻ എത്രയായിരിക്കും? 4500 പ്ലസ് 900 കിട്ടും. എത്ര വരും? 5400 രൂപയാണ് ആർക്ക് കിട്ടിയത്? റയാന് കിട്ടിയ ടോട്ടൽ എമൗണ്ട് 2 വർഷം കഴിഞ്ഞപ്പോൾ. ഇനി റേച്ചലിന്റെ എമൗണ്ട് നോക്കണല്ലോ. റേച്ചൽ എന്ത് തന്നെയാണ്? സെയിം പ്രിൻസിപ്പൽ എമൗണ്ട് 4500 തന്നെയാണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയായിരുന്നു? 10% ആയിരുന്നു. 10% ആയിരുന്നു. ടൈം പീരീഡ് 2 years ആയിരുന്നു. ഇനി നമുക്ക് റേച്ചലിന്റെ കാൽക്കുലേറ്റ് ചെയ്താലോ. റേച്ചലിന്റെ ഫസ്റ്റ് ഇയേഴ്സ് ബാലൻസ് എത്ര വരും? ഫസ്റ്റ് ഇയറിന്റെ ബാലൻസ് എന്ന് പറയുന്നത് 4500 രൂപ തന്നെയാണ്. ഇനി ഫസ്റ്റ് ഇയറിന്റെ ഇൻട്രസ്റ്റ് എത്ര വരും? ഇൻട്രസ്റ്റ് 4500 ഇൻറ്റു 10 ഇൻറ്റു എത്ര വരണം? 1 അല്ലേ വരുള്ളൂ? 1 ഇൻറ്റു 100. അപ്പൊ എത്ര വരും? 450 വരും. നമ്മുടെ പൂജ്യമൊക്കെ പോയി കഴിഞ്ഞാൽ 450 വരും. സെക്കൻഡ് ഇയറിന്റെ ബാലൻസ് അപ്പൊ എത്ര വരും? സെക്കൻഡ് ഇയർ ബാലൻസ് ഈസ് ഈക്വൽ ടു 4500 പ്ലസ് 450 എത്ര വരും? 4950 വരും. ഓക്കെ, അപ്പൊ നമ്മുടെ സെക്കൻഡ് ഇയറിന്റെ ബാലൻസ് ആയി. ഇനി സെക്കൻഡ് ഇയറിന്റെ ഇൻട്രസ്റ്റ് എത്ര വരും? സെക്കൻഡ് ഇയർ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആരെ എടുക്കണം? 4950 അഥവാ 4950 എടുത്ത് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇൻറ്റു 10/100 എത്ര വരും? നമ്മുടെ 0 രണ്ടും പോയി കഴിഞ്ഞാൽ 495 രൂപ വരും. അപ്പൊ 495 രൂപ ആരുമായിട്ട് ആഡ് ചെയ്യണം? 4950 ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഫൈനൽ എമൗണ്ട് എത്ര വരും? 4950 പ്ലസ് 495 എത്ര വരും? 5445 വരും അല്ലേ? അപ്പൊ നോക്കിക്കേ, നമ്മുടെ റയാന് കിട്ടിയത് എത്ര രൂപയായിരുന്നു? നേരത്തെ ചെയ്തു വെച്ചല്ലോ, 5400 രൂപയായിരുന്നു. റേച്ചലിന് കിട്ടിയത് 5445 രൂപ. അപ്പൊ ആർക്കാ കൂടുതൽ കിട്ടിയേ? റേച്ചലിന് കൂടുതൽ കിട്ടിയല്ലേ? കാരണം എന്താ? ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും പലിശ അടക്കം എടുത്ത് വീണ്ടും നിക്ഷേപിച്ചത് കൊണ്ട്. രണ്ടുപേരും ഒരേ തുക ഒരേ ബാങ്കിൽ ഒരേ പലിശ ഇനത്തിലല്ലേ നിക്ഷേപിച്ചേ? എന്നിട്ട് റേച്ചലിനല്ലേ കൂടുതൽ കിട്ടിയത്. അപ്പൊ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വഴി കാൽക്കുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് 45 രൂപയാണ് റേച്ചലിന് കൂടുതൽ കിട്ടിയത് നമുക്ക് മനസ്സിലായി. ഇനി നോക്കിക്കേ, റേച്ചലിന്റെ ഒരു ടേബിൾ പോലെ നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഇയറിന്റെ പ്രിൻസിപ്പൽ 4500 ആയിരുന്നു. ഫസ്റ്റ് ഇയറിലെ ഇൻട്രസ്റ്റ് 450 കൂടെ കൂട്ടിയപ്പോൾ എത്ര വന്നു? 4950 വന്നു. ഇനി അതിന്റെ ഇൻട്രസ്റ്റ് 495 നമുക്ക് കിട്ടി. അതും കൂടെ കൂട്ടിയപ്പോൾ നമ്മുടെ തേർഡ് ഇയറിന്റെ പ്രിൻസിപ്പൽ എമൗണ്ട് എത്ര വന്നു? 5445. ഇനി നമുക്ക് എത്ര വർഷത്തെ വേണമെങ്കിലും ഈ ഒരു രീതിയിൽ കണ്ടുപിടിച്ച് പോവാം. അപ്പൊ ഈ പ്രോബ്ലം മനസ്സിലായല്ലോ. നമുക്ക് അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് പോവാം. അടുത്ത പ്രോബ്ലം നോക്കിക്കേ. മീര ബോട്ട് 8000 rupees from her friend Mia at a rate of 7% interest annually. How much money would Mia get after 2 years? അപ്പോൾ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? മീര 8000 രൂപ ആർക്ക് കൊടുത്തു? മിയ എന്ന് പറയുന്ന ഒരു ഫ്രണ്ടിന് കൊടുത്തിട്ടുണ്ട്. എത്ര ശതമാനം പലിശയ്ക്ക്? 7% പലിശയ്ക്ക്. അപ്പൊ നമുക്ക് അറിയാവുന്ന എടുത്തെഴുതാലോ. പ്രിൻസിപ്പൽ എമൗണ്ട് എത്ര രൂപയാണ്? 8000 രൂപയാണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 7% എത്ര നാളത്തേക്കാണ് കൊടുത്തത്? 2 ഇയേഴ്സിലേക്കാണ് കൊടുത്തത്. അപ്പൊ ടി എന്ത് വന്നു? 2 വന്നു. അപ്പൊ നോക്കിക്കേ, ഇവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ആണെന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി? സിമ്പിൾ ഇൻട്രസ്റ്റ് രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. സിമ്പിൾ ഇൻട്രസ്റ്റ് ആകുമ്പോൾ എന്ത് വരും? PRT/100
100 എത്ര വരും? പി എത്രയാ? 8000 രൂപ ഇൻറ്റു ആർ എത്രയാ? 7 ഇൻറ്റു ടി എത്ര വരും? 2 ബൈ 100 എന്ത് വരും? 56 ഇൻറ്റു 2 112,000 ബൈ 100 എത്ര വരും? 1120 രൂപയാണ് 2 വർഷത്തേക്കുള്ള പലിശ അല്ലേ? അപ്പൊ ടോട്ടൽ എമൗണ്ട് മിയയ്ക്ക് കൊടുക്കേണ്ട ടോട്ടൽ എമൗണ്ട് എത്ര വരും? 8000 പ്ലസ് 1120 രൂപ എത്ര വരും? 9120 രൂപയല്ലേ? അപ്പൊ നമ്മുടെ മിയയിൽ നിന്ന് വാങ്ങിച്ച 8000 രൂപയ്ക്ക് വരെ എത്ര രൂപ കൊടുക്കണം? 9120 രൂപ വേണം തിരിച്ചു കൊടുക്കാൻ 2 വർഷത്തിന് ശേഷം. അപ്പൊ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് വരുമ്പോൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് നോക്കാം. നോക്കിക്കേ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ അമാൻഡ took out a loan of 24,000 rupees from a bank which charges 11% interest compounded annually. എന്ത് ഇൻട്രസ്റ്റ് ആണ്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് മനസ്സിലായി. ടു സ്റ്റാർട്ട് ഹെർ ആർട്ട് സ്റ്റുഡിയോ. എന്താണ് പറയുന്നത്? അമാൻഡ 24,000 രൂപ ഒരു ബാങ്കിൽ നിന്നും 11% പലിശയ്ക്ക് കടമെടുത്തു. എന്തിനു വേണ്ടി? ആർട്ട് സ്റ്റുഡിയോ തുടങ്ങാൻ വേണ്ടിയിട്ട്. 2 years after 2 years 2 വർഷം കഴിഞ്ഞ് ഷീ പെയ്ഡ് ബാക്ക് 20,000 rupees from her profit. 20,000 രൂപ അവൾക്കുണ്ടായ ലാഭത്തിൽ നിന്നും തിരിച്ചയച്ചു. പിന്നെ ടു സെറ്റിൽ ദി ലോൺ how much should she pay at the end of 2 years? 2 വർഷത്തിന് ശേഷം ഇനിയും എത്ര രൂപ അവൾ അടയ്ക്കാനുണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വെച്ചിട്ട് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ഓരോ വർഷത്തെ പലിശയും എമൗണ്ടും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ഓരോന്നും എടുത്തെഴുതാലോ. പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ്? 24,000. ആർ എത്രയാണ്? 11%. ടി എത്രയാണ്? 2 years ആണ്. ആദ്യത്തെ വർഷത്തെ കാൽക്കുലേറ്റ് ചെയ്യാലോ. ഫസ്റ്റ് ഇയേഴ്സിന്റെ ബാലൻസ് എത്ര വരും? ഫസ്റ്റ് ഇയർ ബാലൻസ് 24,000 തന്നെയാണല്ലേ. ഫസ്റ്റ് ഇയറിന്റെ ബാലൻസ് 24,000 ആണ്. അപ്പൊ നോക്കിക്കേ, ഫസ്റ്റ് ഇയറിലെ ഇൻട്രസ്റ്റ് എന്ത് വരും? 24,000 ഇൻറ്റു 11/100 അത് എത്ര വരും? 2,640 രൂപ വരും. ഇനി നോക്കിക്കേ, നമുക്ക് സെക്കൻഡ് ഇയറിലെ ഇതുപോലെ തന്നെ കണ്ടുപിടിക്കണമല്ലോ. അപ്പം ആദ്യത്തെ വർഷത്തെ നമുക്ക് എത്ര വന്നു? 2,640 വന്നു. അപ്പൊ നമ്മുടെ സെക്കൻഡ് ഇയറിലെ ബാലൻസ് എത്രയാണ് വരുന്നത്? 24,000 പ്ലസ് 2,640 രൂപ എത്ര വരും? 26,000 26,640 രൂപ വരും. ഓക്കെ. ഇനി നമുക്ക് സെക്കൻഡ് ഇയറിലെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണമല്ലോ. സെക്കൻഡ് ഇയറിലെ ഇൻട്രസ്റ്റ് എത്ര വരും? സെക്കൻഡ് ഇയർ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു 26,640 ഇൻറ്റു 11% അല്ലായിരുന്നോ? നോക്കിക്കേ, നമ്മൾ 11% അല്ലായിരുന്നോ? അതെ, 11% ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പം ഈസ് ഈക്വൽ ടു എത്ര വരും? 2,930.4 വരും അല്ലേ സെക്കൻഡ് ഇയറിലെ ഇൻട്രസ്റ്റ്. ഇനി നോക്കിക്കേ, അപ്പം നമ്മുടെ ടോട്ടൽ എമൗണ്ട് ഫൈനൽ എമൗണ്ട് എത്ര വരും? ഫൈനൽ എമൗണ്ട് ഈസ് ഈക്വൽ ടു 26,640 പ്ലസ് 2,930.4 വരും. അത് എത്ര വരും? 29,570.4 വരും. ഇനി എത്ര രൂപ ഓൾറെഡി അമാൻഡ തിരിച്ചടച്ചാൽ നമുക്കറിയാം. 2,000 രൂപ. ഷീ പെയ്ഡ് ബാക്ക് 20,000 rupees. 20,000 രൂപ അവൾ അടച്ചു. അവൾക്ക് എത്രയായിരുന്നു ടോട്ടൽ എമൗണ്ട് അടയ്ക്കേണ്ടത്? 29,570 രൂപയാണ്. അപ്പം 29,570.4 മൈനസ് 20,000 rupees ചെയ്ത് കഴിയുമ്പോൾ എത്ര വരും? 9,570.4 രൂപയാണ് ഇനി ആര് തിരിച്ചടയ്ക്കേണ്ടത്? അമാൻഡ നമ്മുടെ ആർട്ട് സ്റ്റുഡിയോ എടുക്കാൻ വേണ്ടി എടുത്ത ലോണിൽ തിരിച്ചടയ്ക്കേണ്ട എത്ര രൂപയാണ്? 9,570, 9,570.4 rupees ആണ് തിരിച്ചടയ്ക്കേണ്ടത്. അപ്പം ഈ പ്രോബ്ലം ചെയ്ത് മനസ്സിലായല്ലോ. അടുത്തൊരു പ്രോബ്ലം നോക്കാം. നോക്കിക്കേ, the simple interest at 5% got a certain amount after 3 years is 7,500 rupees. If interest is compounded annually, what would be the interest for same amount at the same rate after 3 years? എന്താ പറയുന്നത്? ഒരു സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഒരു പ്രത്യേക എമൗണ്ട് 5% പലിശയ്ക്ക് 3 വർഷത്തേക്ക് ഇട്ടപ്പോൾ അതിന്റെ പലിശ 7,500 രൂപ കിട്ടി. ഇനി ഈ ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് ഇൻട്രസ്റ്റ് ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തിരുന്നെങ്കിൽ എത്ര രൂപ നമുക്ക് ഇൻട്രസ്റ്റ് ഇനത്തിൽ 3 വർഷത്തേക്ക് ഇതേ പലിശ ഇനത്തിൽ കിട്ടുവാരെന്നുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം പ്രിൻസിപ്പൽ എമൗണ്ട് കണ്ടുപിടിക്കണമല്ലോ. പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണെന്നുണ്ടോ? ഇല്ല. ആർ എത്രയാണ് നമുക്കറിയാം? 5% ആണെന്ന് അറിയാം. ടി എത്രയാണ് നമുക്കറിയാം? 3 വർഷമാണ്. അപ്പൊ നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നു? പലിശ. സിമ്പിൾ ഇൻട്രസ്റ്റ് ഇനത്തിൽ നമുക്ക് കിട്ടിയ പലിശയാണ് 7,500 രൂപ. അപ്പൊ നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു PRT/100 ആണ്. വിച്ച് ഇംപ്ലൈസ് 7,500 ഈസ് ഈക്വൽ ടു പി എത്രയാ? പി അറിയില്ല. ഇൻറ്റു ആർ എത്രയാ? 5 ഇൻറ്റു 3 എത്ര വരും? ടി എത്ര വരും? 3 വരും ബൈ 100 വരും. അപ്പൊ നോക്കിക്കേ, 7,500 ഈസ് ഈക്വൽ ടു 15/100 പി എന്ന് വരും. അപ്പൊ നോക്കിക്കേ, ഇവിടെ നമ്മൾ 100നെ അങ്ങോട്ട് എടുത്താ എത്ര വരും? 7,50,000 rupees ബൈ 15 ഈസ് ഈക്വൽ ടു എന്ത് വരും?
പി വരും. അത് എത്രയാണ്? 50,000 രൂപയാണ് അല്ലേ? അപ്പൊ നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് എത്ര വന്നു? 50,000 രൂപയെന്ന് നമുക്ക് കിട്ടി. അപ്പൊ നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് നമുക്ക് എത്രയാന്ന് കിട്ടി? 50,000 രൂപയാന്ന് കിട്ടി. ഇനി 50,000 രൂപ 5% പലിശയ്ക്ക് 3 വർഷത്തേക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിലാണ് നമുക്ക് എത്ര കിട്ടിയത്? 7,500 രൂപ കിട്ടിയത്. ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയായിരുന്നെങ്കിൽ എത്ര കിട്ടണം നമുക്ക് നോക്കാം. നോക്കിക്കേ, നമ്മുടെ പി എത്ര വന്നു? പി 50,000 രൂപയാന്ന് വന്നു. ആർ എത്ര വന്നു? ആർ 5% വന്നു. ടി എത്ര വന്നു? 3 നമുക്കറിയാം. അപ്പൊ നമ്മൾ ഓരോന്നോരോന്നായി കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. ഫസ്റ്റ് ഇയറിന്റെ ബാലൻസ്, ഫസ്റ്റ് ഇയർ ബാലൻസ് എത്ര വരും? 50,000 രൂപ തന്നെയാണല്ലേ, അതിന് മാറ്റമൊന്നുമില്ല. ഫസ്റ്റ് ഇയറിന്റെ ഇൻട്രസ്റ്റ് എത്ര വരും? ഫസ്റ്റ് ഇയറിന്റെ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു 50,000 ഇൻറ്റു എത്രയാണ് ശതമാനം? 5%ത്തേക്ക് ഒരു വർഷത്തേക്ക് 100 റുപ്പീസ്. എത്ര വരും? 2,50,000 ബൈ 100 വരും. 2,500 രൂപയാണ് ആദ്യത്തെ വർഷത്തെ പലിശ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സെക്കൻഡ് ഇയറിന്റെ ബാലൻസ് എത്ര വരും? 50,000 പ്ലസ് 2,500 വരും അല്ലേ? 50,000 പ്ലസ് 2,500 എത്ര വരും? 50,000 പ്ലസ് 2,500 52,500 രൂപ വരും അല്ലേ സെക്കൻഡ് ഇയറിന്റെ ബാലൻസ്. അങ്ങനെ സെക്കൻഡ് ഇയറിന്റെ ഇൻട്രസ്റ്റ് എത്ര വരും? നമ്മൾ സെക്കൻഡ് ഇയർ മാത്രം മതിയോ? പോരാ, 3 വർഷത്തെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട് അല്ലേ? സെക്കൻഡ് ഇയറിന്റെ ഇൻട്രസ്റ്റ് 52,500 ഇൻറ്റു 5/100 എത്ര വരും? 2,625 രൂപ വരും അല്ലേ? അങ്ങനെയാണ് തേർഡ് ഇയറിന്റെ ബാലൻസ് എത്ര വരും? തേർഡ് ഇയറിന്റെ ബാലൻസ് എന്ന് പറയുന്നത് 52,500 പ്ലസ് 2,625 അതെത്ര വരും? 55,125 വരും. 55,125 വന്നു. ഇനി തേർഡ് ഇയറിന്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണമല്ലോ. തേർഡ് ഇയറിന്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 55,125 ഇൻറ്റു 5/100 അല്ലേ വരിക? അത് എത്ര വന്നു? 2,756.25 വരും. ഓക്കെ, ഇനി നമുക്ക് അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഫൈനൽ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാലോ. ഫൈനൽ എമൗണ്ട് ഈസ് ഈക്വൽ ടു എത്ര വരും? 55,125 പ്ലസ് 2,756.25 എന്ത് വരും? 57,881.25 റുപ്പീസ് വരും. ഇനി നോക്കിക്കേ, നമുക്ക് എത്ര രൂപയാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഇനത്തിൽ കിട്ടിയത്? സിമ്പിൾ ഇൻട്രസ്റ്റ് ഇനത്തിൽ നമുക്ക് 7,500 രൂപയായിരുന്നു നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് വഴി കിട്ടിയത്. ഇനി നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തപ്പം എത്രയാണ് പലിശ ഇനത്തിൽ മാത്രം കിട്ടിയെന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഇപ്പൊ കിട്ടിയ എമൗണ്ടിനെ എന്ത് വെച്ച് മൈനസ് ചെയ്യണം? നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് 50,000 വെച്ചിട്ട് മൈനസ് ചെയ്യുമ്പോൾ എത്ര വരും? 7,881.25. സിമ്പിൾ ഇൻട്രസ്റ്റ് നമുക്ക് എത്രയായിരുന്നു കിട്ടിയത്? 7,500 രൂപയായിരുന്നെങ്കിൽ നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇനത്തിൽ നമുക്ക് കിട്ടിയ എത്രയാണ്? 7,881.25. അപ്പൊ എത്ര രൂപ നമുക്ക് കൂടുതൽ കിട്ടി? നമുക്ക് 300 സംതിങ് രൂപ കൂടുതൽ കിട്ടി അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ ഈ ചാപ്റ്ററിൽ നോക്കി? നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് വെച്ച് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ചെയ്യാനാണ് മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തത്. അതുകൂടാണ്ട് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഫോർമുല വെച്ചിട്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് യൂസ് ചെയ്തുള്ള പ്രോബ്ലംസ് കണ്ടു. സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഫോർമുലാസ് പഠിച്ചു. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഫോർമുലാസ് നമ്മൾ നോക്കി. പക്ഷെ അത് മേക്ക് യൂസ് ചെയ്യുന്ന നിങ്ങളുടെ സെക്ഷൻസ് ഇനിയും വരും. അത് വാച്ച് ചെയ്യണം, അത് കണ്ടുപഠിക്കണം. പിന്നെ നമ്മൾ എന്താ കണ്ടേ? നമ്മൾ ബാങ്കിലും മറ്റും പോകുമ്പോൾ ഇതിന്റെ ആപ്ലിക്കേഷൻ ഓഫ് മണി മാത്ത് കണ്ടല്ലേ? അതായത് നമ്മുടെ ഈ പലിശയും കാര്യങ്ങളും ഒക്കെ നമുക്ക് എന്താണ് അതിന്റെ ആപ്ലിക്കേഷൻ എവിടെയാണ് വരുന്നത്? നമ്മൾ ബാങ്കിൽ പോകുമ്പോൾ പലിശ കാൽക്കുലേറ്റ് ചെയ്യാനും അല്ലെ ഒരാൾക്ക് ലോൺ കൊടുത്തിട്ട് നമ്മൾ അതിന്റെ പലിശ കാൽക്കുലേറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് എന്ത് ഉപകാരമാണ്? മണി മാത്ത് ലൈഫിൽ ഉപകാരമാണ്. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു. Manorama Horizon, learning made simple.